ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചക്കായ ഇട്ടിട്ട് ബീഫ് ഉലർത്തുന്നതിൻ്റെ നല്ലൊരു ഈസി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ബീഫിൻ്റെ കാര്യം ഇനി പറയേണ്ടതില്ലല്ലോ, ആർക്കും ഇഷ്ടമില്ലാത്തേ. അതുകൊണ്ട് തന്നെ എന്തിൻ്റെ കൂടെ കഴിക്കണമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതുമില്ല. ഈ റെസിപ്പി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൂടെ കഴിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ടൊരു കുക്കറിലേക്ക് 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, വെളുത്തുള്ളി അരിഞ്ഞത് 10 എണ്ണം, പച്ചമുളക് അരിഞ്ഞത് 8 എണ്ണം, ഇഞ്ചി പൊടിയായി അരിഞ്ഞത് 1 ഇഞ്ച് നീളത്തിലുള്ളത്, 2 സവാള പൊടിയായി അരിഞ്ഞത്, 2 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് വേവിക്കുക. വേവിച്ച ബീഫിലേക്ക് 150 ഗ്രാം പച്ചക്കായ ചേർക്കുക. കായ വേവുന്നതിൻ്റെ ഒപ്പം തന്നെ വെള്ളം കൂടെ ഒന്ന് വറ്റിക്കണം കേട്ടോ. ഇനി നമുക്കൊരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 50 ഗ്രാം ചെറിയുള്ളി സ്ലൈസ് ചെയ്ത് ചേർക്കണം. 2 തണ്ട് കറിവേപ്പിലയും 4 ഉണക്കമുളകും കൂടി ചേർത്തു. ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ബ്രൗൺ നിറമായാൽ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ്. ഈ പൊടികളൊക്കെ ചേർക്കുമ്പോഴല്ലോ ഒന്ന് ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വഴറ്റണം കേട്ടോ. ഇതിലേക്ക് ഇനി വറ്റിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയും ബീഫും കായയും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഒരു 3 മിനിറ്റ് സമയം നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ട് കേട്ടോ. അവന് ബീഫിന് മണമടിച്ചിട്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. അവസാനമായിട്ട് നമുക്കൊരല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഉലർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചക്കായ ഇട്ട് ബീഫ് ഉലർത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ട്രൈ ചെയ്യണം. എന്നിട്ട് ആ കമൻസ് ഇവിടെ ഒന്ന് അറിയിച്ചേക്കണം കേട്ടോ. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.